ശരിക്കുവേ ഇപ്പം ടി വി ഓണാക്കി കഴിഞ്ഞാൽ നാണാവൂലേ? നമ്മുടെ സിനിമാ ഫീൽഡിൽ നമ്മൾ ആരാധിക്കുന്ന താരങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലജ്ജ തോന്നുക. ഇത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യം ഉള്ളവന്മാരാണോ ഈ സിനിമയിലുള്ളതെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകൂലേ? കഷ്ടമുണ്ട്, കഷ്ടം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നില്ലായിരുന്നു, നമ്മൾ ഇവരെക്കുറിച്ചൊക്കെ അറിയുമായിരുന്നു അല്ലേ? ആ പാവം പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടവളാണ് ഈ WCC എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാകുന്നതും ഇങ്ങനെ കോലാഹലങ്ങൾ ഇതിലേക്കൊക്കെ കൊണ്ട് എത്തിക്കുന്നതും. എന്നാലും ഇത് 4 വർഷം അടയിരുന്ന സാധന പുറത്തിപ്പോൾ വന്നത്. എങ്കിലും വന്നു കഴിഞ്ഞപ്പോഴും പിന്നെയും അവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നടക്കുന്നത്. എന്തോ ഒരു എണ്ണങ്ങളുടെ പേരുകൾ അതിനകത്ത് പറഞ്ഞേക്കുന്നതെന്നാണ് പറയുന്നില്ലേ? എന്താണെങ്കിലും അവരുടെയൊക്കെ പേരുകൾ പുറത്തു വരണം, എല്ലാവരും അതിനെ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള കാപാലികന്മാരും ഒന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴാൻ അനുവദിക്കാതെ ജനങ്ങൾ തന്നെ അതിന് കൈകാര്യം ചെയ്യണം. അല്ലാണ്ട് ഒരു നിയമ സംവിധാനം കൈകാര്യം ചെയ്യുന്നവർക്ക് ഇരിക്കാൻ പറ്റില്ല അല്ലേ? ഇതിന് പ്രത്യേക ട്രൈബ്യൂണലൊക്കെ രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലാണ്ട് എന്നുണ്ടാകും? ഇനി അത് തേച്ച് മാച്ച് കളയോ? ഇനി വലിയ പ്രമുഖ നടന്മാരും അല്ലെങ്കിൽ അതുപോലെയുള്ള ആർട്ടിസ്റ്റുകളും ഒക്കെ ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് അതൊക്കെ പുറം ലോകം കാണുമോ എന്നൊന്നും ഇനി അറിയത്തില്ല. എങ്കിലും ഇതിനൊരു നിയമ നടപടി വേണം ഇല്ലേ? നമ്മുടെയൊക്കെ കാശ് കൊണ്ടല്ലേ ഇവരിങ്ങനെ തടിച്ചു കൊഴുത്ത് കൊതുക് രക്തം കുടിക്കും പോലെ കുടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ല, ആ ഫീൽഡിനകത്തേക്ക് ചെല്ലുവാണെങ്കിൽ, അവിടെ ആ ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുവാണെങ്കിൽ അവിടെ മദ്യം, മയക്കുമരുന്ന് എന്ന് വേണ്ട വില കൂടിയ മദ്യങ്ങളും മയക്കുമരുന്നും എല്ലാം അവിടെ വിതരണം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങോട്ട് വേറൊരു പോലീസിനാണെങ്കിലും എക്സൈസിനാണ് അങ്ങനെയുള്ള വകുപ്പുകൾക്കൊന്നും പ്രവേശനം പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഒന്ന് അന്വേഷിക്കാൻ പോലും സാധിക്കില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിലും കുറേ നടന്മാരൊക്കെ മയക്കുമരുന്ന് കേസിലൊക്കെ പ്രതികളായിട്ടുള്ളതല്ലേ? ഈ കള്ളും കഞ്ചാവും പിടിച്ചിട്ടായിരിക്കും ഉമ്മാർക്ക് ഒരു വിവരവും ഇല്ലാണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നു ഇല്ലേ? ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്ന് പറഞ്ഞ് എന്ത് വിശ്വസിച്ച് ഈ പെൺകുട്ടികളെല്ലാം കൂടി ഇങ്ങനെ എരച്ചു പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം മേഖലകളിൽ ജോലി ചെയ്യുന്നതിൻ്റെ സുരക്ഷിതമായി ജോലി ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ടല്ലേ? അതേപോലെ നമ്മുടെ സമൂഹത്തിൽ തന്നെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എന്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് ലേഡീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഉള്ളത് അല്ലേ? ലേഡീസിനെ ഉൾപ്പെടുത്തിയാണ് അവർക്ക് മുലയൂട്ടാനുള്ള സംവിധാനങ്ങളും അതുപോലെ അവർക്ക് ബാത്റൂമും എല്ലാ സംവിധാനങ്ങളും എല്ലാ കമ്പനികളിലാണെങ്കിലും ഏത് സ്ഥാപനം തുടങ്ങിയാലും അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ മാത്രം ഇല്ല എന്ന് പറയണേ അത്ഭുതത്തോടെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ അല്ലേ? എന്തിനാ ഇങ്ങനെ ഒരു പ്രസ്ഥാനം എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പ്രസ്ഥാനം നിന്നു പോകരുത്. കാരണം ഒത്തിരി പേരുടെ ജീവിതമാർഗം അത്. കുറേ പേര് ഇതും കൊണ്ട് ജീവിക്കണവരും ഉണ്ട്. നല്ലവരായ മനുഷ്യർക്ക് ഇത് നല്ലതാണ്. ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ ഇതിനകത്ത് നിന്ന് എടുത്ത് ദൂരെ കളയേണ്ടത്. അവരെ എന്തിനാന്ന് ഞാൻ ഓർക്കുന്നത്, ഇവരെയൊക്കെ പുറത്തു കൊണ്ടുവരണം. ഇവരാരാന്ന് എല്ലാവരും ജനങ്ങളും മനസ്സിലാക്കട്ടെ. നമ്മൾ ഈ ആരാധിക്കുന്ന ആൾക്കാരാണോ എന്ന് നമുക്ക് അറിയണ്ടേ പുറത്തേക്ക് കൊണ്ടുവന്ന്? കുറേ പേരുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നാണാവുന്നു. അതിന് പ്രായവ്യത്യാസം പോലും ഇല്ലാത്തവരാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാകണം. ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്ന അവസ്ഥകളാണ്. അത് മകളാകാൻ പോലും പ്രായമില്ലാത്ത പെൺകുട്ടികളൊക്കെയാണ് പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ പീഡനം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് അല്ലേ? ഈ നടിയെ ആക്രമിച്ച കാലത്ത് തന്നെ നമുക്ക് ആ പെൺകുട്ടിക്ക് വന്ന ദുരവസ്ഥ ഓർത്ത്, ആ പെൺകുട്ടി ആയതുകൊണ്ടല്ലേ അതിങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ, വേറൊരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നും പറഞ്ഞിട്ട്. ആ അവസ്ഥ തന്നെയാണ് ഒരു 3 വയസ്സുള്ള ഒരു കൊച്ചിനെ കൊണ്ടുപോയി ഒരു അന്യസംസ്ഥാന തൊഴിലാളി പീഡിപ്പിച്ച ആ ഒരു ഇടക്കാലത്ത് തന്നെയാണ്. അപ്പോൾ ഈ കമ്മീഷണർ ഇച്ചിരോടെ വില വന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഇച്ചിരോടെ വിലയോടുകൂടി കാണേണ്ട ഒരു സംഭവമായിരുന്നു അല്ലേ ആ സമയത്ത്? അപ്പം എല്ലാവർക്കും ഒരു നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയിരിക്കുകയായിരുന്നു. ഇനിയാണെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ അമ്മമാരും അച്ഛന്മാരും മക്കളെ പ്രശസ്തരാക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള പ്രശസ്തിയാണോ വേണ്ടത്, അതോ അവരുടെ വ്യക്തിത്വമാണോ, എന്താ പറയണേ, അവരുടെ ജീവിതം കളയുന്ന ഒരു പ്രശസ്തിയാണോ വേണ്ടതെന്ന്? കുറെ പണമോ ഒരു അപ്രപ്പാളി നമ്മുടെ മകളെ കണ്ടുകൊണ്ട് എന്ത് പ്രത്യേകത കിട്ടാൻ പോകുന്നത്? നമ്മുടെ മകളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും മാനവും പോയി, എല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? പിന്നെ കരഞ്ഞോണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെയുള്ള മേഖല അത് ശുദ്ധമല്ലാത്ത ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കി അവിടുന്ന് ഇറങ്ങി പോരാനുള്ള മനസ്സ് വേണം. ഇപ്പൊ ഏത് ഫീൽഡിൽ പോയാലും മനുഷ്യൻ അന്തസ്സായിട്ട് ചെയ്യാം. സാലറി കുറവായിരിക്കാം, പേരും പ്രശസ്തിയും കിട്ടില്ലായിരിക്കാം, പക്ഷെ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റൂലേ? അതാണ് ഇതിലും ഭേദം. അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും. ഇത് മകൾക്ക് സെക്സ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അമ്മേനെ വിട്ടുകൊടുക്കാൻ പറയുന്ന അവസ്ഥയിലേക്കാണ് ആ രംഗം, ആ ഇൻഡസ്ട്രി നിൽക്കണമെന്ന് കേട്ടിട്ട് ശരിക്കും നാണം തോന്നുക, ലജ്ജ.
നമ്മുടെയൊക്കെ കാശ് കൊടുത്തിട്ടാണല്ലോ ഇവന്മാരൊക്കെ ഈ തടിച്ചു കൊഴുത്ത് നടക്കണേന്ന് ഓർത്തിട്ട് ഒരു സങ്കടവും കൂടെ തോന്നുന്നുണ്ട്. അവരുടെ സെക്യൂരിറ്റിയിലുള്ള പോക്ക് കണ്ടിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ അവൻ്റെ ആശ്ചര്യത്തോടെ നോക്കിയതില്ല, കാണാൻ പോയി നിന്നിട്ടുണ്ട്. അയ്യോ സിനിമാ നടന്മാരല്ലേ, സിനിമാ നടികളല്ലേ എന്നൊക്കെ ചോദിച്ച്. ഇനി നിങ്ങൾക്ക് നാണമില്ലേ? നമുക്കൊക്കെ നാണാവില്ലേ ഇനി അവരെ പോയി കാണാൻ? ശരിക്കും പറഞ്ഞാൽ നാണാവില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. നമ്മളൊന്നോടെ ചിന്തിക്കുക. ഈ റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങൾ ചാനലുകൾ ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും തൊലി ഉരിഞ്ഞു പോകുന്നു. ശരിക്കും TV തുറക്കാൻ പോലും നാണാവുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ മക്കളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓരോ സിനിമയിൽ കൂടെ നല്ല മെസ്സേജുകൾ കൊടുക്കണ്ടോ? അതുമില്ല. ഇപ്പോഴത്തെ സിനിമകൾ നോക്കിയേ, മനുഷ്യന് മോശമായ മെസ്സേജുകൾ കൊടുക്കുന്ന സിനിമകളേ ഉള്ളൂ. ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമ പോലും ഇറങ്ങുന്നില്ല. പണ്ടൊക്കെയാണെങ്കിൽ കുടുംബ സിനിമകൾ ഉണ്ടായിരുന്നു, കുടുംബാന്തരീക്ഷത്തിലിരുന്ന് കാണാൻ പറ്റിയ സിനിമകൾ. ഇന്ന് ഏതാ സിനിമയുള്ളത്? ഇന്ന് കഞ്ചാവും കള്ളും ബീഡിയും ഉള്ള സിനിമകൾ മാത്രമേ ഉള്ളൂ. സിഗരറ്റൊക്കെ ആഞ്ഞാഞ്ഞു വലിച്ച്, 1 വലിച്ച്, 2 വലിച്ച്, 3 വലിച്ച് അങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്നതും മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും ഇങ്ങനെയുള്ള സിനിമകളല്ലേ കൂടുതലും. അല്ലെങ്കിൽ മനുഷ്യ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളതും ഒക്കെയാണ് സിനിമകൾ. ഒരു എന്റർടൈൻമെന്റിന് പോയ ഒരു സിനിമ കാണാൻ സാധിക്കില്ലാത്ത അവസ്ഥയിലേക്കാണ്. അങ്ങനെയുള്ള സിനിമകൾ ഇല്ലതാനും. ഒരു കുടുംബ പശ്ചാത്തലമുള്ള സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ? അപൂർവം സിനിമകൾ ഇറങ്ങിയാലായി, അത്രയേ ഉള്ളൂ. നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന തമാശയുള്ള സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ? അതുമില്ല. അതിനാണ് നമ്മൾ കാശും കൊടുത്ത് ഇവരെ ഇങ്ങനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത്. കേട്ടിട്ട് തന്നെ നാണാവുന്നു. അപ്പൊ എനിക്കിങ്ങനെ ഓർത്തു, നമ്മുടെ പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെടാണ്ടിരിക്കാൻ നമ്മൾ മാതാപിതാക്കളും കൂടെ ഒന്ന് വീട്ടിൽ ശ്രദ്ധിക്കണം. ആദ്യം തൊട്ട് തന്നെ നമ്മുടെ വീട്ടില് മക്കളോട് പറഞ്ഞു കൊടുത്തും അവരെ സുരക്ഷിതത്വ ബോധം അവരെ പഠിപ്പിച്ചും വിടണം. ബോൾഡായിട്ട് നല്ല മിടുക്കിയായിട്ട് ജീവിക്കാൻ മക്കളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നോ പറയേണ്ടടുത്ത് നോ പറയാൻ. എന്തെങ്കിലും ചൂഷണം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നോ പറയാനും, അല്ലാണ്ട് അതിലേക്ക് പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് അതിലേക്ക് അടിഞ്ഞുകൂടുന്ന സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അമ്മമാരാണെങ്കിലും മക്കൾക്കൊരു പ്രശസ്തിക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് മുന്നോട്ട് ഇറങ്ങാണ്ടിരിക്കുക. നമ്മുടെ മക്കളുടെ ഭാവി അതൊന്നുമല്ല. ഇങ്ങനെ കിട്ടുന്ന ഭാവി ഇപ്പൊ കണ്ടില്ലേ, ചില്ലുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കണ്ടില്ലേ? ഒരു നിമിഷം കൊണ്ട് തീർന്നില്ലേ എല്ലാം. ഇനിയിപ്പോൾ സിനിമാ ഫീൽഡിലേക്ക് പോകുന്നവരെ കുറിച്ച് ഒരു മോശമല്ല അഭിപ്രായങ്ങളല്ലേ പറയുള്ളൂ. പലരും മക്കളെ ഡാൻസ് പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഭരതനാട്യം, മോഹിനിയാട്ടം ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതും കലാതിലകമാക്കാൻ ശ്രമിക്കുന്നതും അതിനു വേണ്ടിയിട്ട് അപ്പീലിന് പോകണു, അവിടെ വഴക്കുണ്ടാക്കുന്നു, ഇവിടെ വഴക്കുണ്ടാക്കുന്നു. ഇങ്ങനെ നമ്മൾ ഈ കലോത്സവ വേദികളിലും കിടന്ന് അടിയുണ്ടാക്കി പോകുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സിനിമ കയറ്റി വിട്ടാൽ മതി എന്നാ ചിന്ത. എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി കഴിഞ്ഞാൽ മക്കൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മകൻ രക്ഷപ്പെട്ടു എന്ന് ഓർത്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നിട്ട് ഇതാ അവസ്ഥ എന്ന് കേട്ട് കഴിയുമ്പോൾ മതിയായില്ലേ? അപ്പോൾ ഒന്ന് ചിന്തിക്കുക. നമ്മൾ 2 വട്ടവും കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് സേഫ് ആണോ എന്ന് ചിന്തിക്കുക. എന്നിട്ടേ നമ്മൾ ഒരു കാര്യത്തിന് നമ്മുടെ മക്കളെ പറഞ്ഞയക്കാവുള്ളൂ. അതുപോലെ അമ്മമാർ എന്തും തയ്യാറായി അങ്ങ് പോകാതെ ഇരിക്കുക. സർവ്വവും കൊടുത്തിട്ട് സർവ്വം ഇങ്ങോട്ട് മേടിക്കാന്ന് ഓർത്താൽ പേരും പ്രശസ്തിയും എല്ലാം ഇങ്ങ് മേടിച്ചെടുക്കാം. എല്ലാം കൂടെ അങ്ങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കിട്ടും, ഞങ്ങളുടെ മക്കൾക്കും കിട്ടുമെന്ന് ഓർത്താൽ ആ ചിന്താഗതി തന്നെ മാറ്റുക. നാണക്കേടല്ല ഇങ്ങനെ. ഇപ്പം ഇങ്ങനെയൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന വീട്ടിലാന്ന് പറയാൻ പോലും നാണക്കേടാവുന്ന അവസ്ഥയിലേക്ക് വന്നെത്തിയില്ലേ ഇപ്പൊ സാഹചര്യങ്ങളെല്ലാം. അപ്പം നമ്മൾ ചിന്തിക്കുക, നമുക്കിതൊന്നും അല്ല പ്രധാനം, നമ്മുടെ മക്കളുടെ ഭാവിയാണ് പ്രധാനം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പം മക്കളെ ബോൾഡായിട്ട് വളർത്തിയെടുക്കുക. അവർക്ക് എന്നാ പറയണേ, ഒരു ആൺകുട്ടിയുടെ ധൈര്യത്തോടു കൂടി അവർക്ക് വളരാൻ സാധിക്കണം. അതാ വേണ്ടത്, അല്ലാതെ വേറൊന്നുമില്ല. ഒരു ആൺകൊച്ചു പോലെ തന്നെ എല്ലാത്തിനും നോ പറയാനും എല്ലാത്തിനും എതിർത്ത് നിൽക്കാനും നമ്മുടെ മകളെ ചങ്കുറ്റത്തോടെ വളർത്തുക. എന്നിട്ട് അവൾക്ക് പറ്റുന്ന പണികൾ പറഞ്ഞെടുത്തു കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ കൊണ്ടുപോയി അവളെ കൊണ്ട് അധപ്പതിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ട്. ശരിക്കും ലജ്ജാകരമാട്ടോ എൻ്റെ പൊന്നെ, പറയാതെ വയ്യ. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇത്രയും ദിവസം ഞാൻ ഓർത്തു സ്ത്രീകളെ കുറിച്ച് ആയതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞേക്കാം എന്ന് ഓർത്തുകൊണ്ട് വീഡിയോ ഇട്ടതാ. ശരിക്കും സങ്കടം തോന്നി. കാരണം ഉണ്ട് ഇങ്ങനെ എന്തോരം പെൺകുട്ടികൾ ആ സിനിമയിലേക്ക് വേണ്ടി പോയി ഇങ്ങനെ ക്യൂ നിന്ന് എന്ത് ദുരിതങ്ങളാവും. ഒറ്റ പെൺകുട്ടികളും നേരാമ്പാടിന് തിരിച്ചു പോരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ശരിക്കും സങ്കടം. സെലക്ഷൻ കിട്ടണവരുടെ എല്ലാ അവസ്ഥ ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ശരിക്കും നാണമാ തോന്നുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മളെന്ത് സിനിമ കാണാൻ വേണ്ടി ഓണം വിഷു ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു തിയേറ്ററിൽ ഒരു സിനിമ ഇറങ്ങുന്നു, അത് പോയി കാണാൻ വേണ്ടിയിട്ട് എന്ത് തിക്കും തിരക്കുമായിരുന്നു. എന്നിട്ട് അവിടെ പോയി കാണുന്നു. നമ്മൾ ആ പൈസയൊക്കെ കൊടുത്ത് വെറുതെ കളഞ്ഞല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുക ചെയ്യുന്നത്. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ പണ്ട് കാലത്തൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കാൻ പോകാന്ന് പറഞ്ഞാൽ കാരണവന്മാർ സമ്മതിക്കില്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? കാരണം അന്നും ഉണ്ട് ഈ ഗോസിപ്പുകൾ. ഇന്നത്തെ പോലെ തന്നെ ഗോസിപ്പ് അന്നും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴാണ് മൂടുപടം മാറ്റി പുറത്തിറങ്ങി വന്നത് ഇതെല്ലാം.
നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ ഓരോ നടന്മാരെ കുറിച്ചും നടിമാരെ കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതായിരുന്നു അല്ലേ. പക്ഷെ നമുക്ക് എന്നാലും വിശ്വസിക്കാൻ തോന്നിയില്ല, ചുമ്മാ പറയുന്നതായിരിക്കും എന്ന് വിശ്വസിച്ചു. പക്ഷെ ഇതൊക്കെ ഇതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ശരിക്കും ഉണ്ടല്ലോ ലജ്ജ തോന്നുക. അറപ്പാണോ വെറുപ്പാണോ ഒന്നും അറിയത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പലരും ഇങ്ങനെയുള്ള മുഖത്തിലുള്ളവരാണല്ലോ എന്ന് ഓർത്തിട്ട് ഒരു നാണക്കേട് ഇല്ലേ, നമുക്ക് തന്നെ ഒരു നാണക്കേട് തോന്നുക. നമ്മുടെ ഈ കൊച്ചു കേരളത്തില് ഇങ്ങനത്തെ ഒക്കെ അതോ ഒരു വലിയ രാജാക്കന്മാരായിട്ട് വാഴുകയല്ലേ, താര രാജാക്കന്മാര് അല്ലെങ്കിൽ താര റാണികൾ ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് ആക്കി വെച്ച് അവർ ഭയങ്കര സെക്യൂരിറ്റിയിലൊക്കെ പോകുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ പൈസ കൊണ്ടാണ് ഇവർ കൊഴുത്തു വീർക്കണമെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ അല്ലേ. ദൈവം ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെയൊക്കെ എടുത്തു കളഞ്ഞ ഈ ഇൻഡസ്ട്രീനെ ഒന്ന് ശുദ്ധീകരിക്കാതെ പറ്റില്ല. കാരണം ഇത് നശിച്ചു പോകരുത്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് ജീവിതമാർഗമാണിത്. ഒത്തിരി ആർട്ടിസ്റ്റ്, നല്ല ആർട്ടിസ്റ്റുകൾക്ക് ഈ ബാക്കിയുള്ളവരെയൊക്കെ എടുത്ത് പുറത്ത് കളയുക. ഇങ്ങനെ ഏതെങ്കിലും പുഴുക്കുത്തുകളുണ്ടെങ്കിൽ എങ്ങാണ്ട് ഒരു 10, 15, 20 പേരുടെ പേരുകൾ അതിനകത്തുള്ള അവരെയൊക്കെ എടുത്ത് അതിനകത്ത് നിന്ന് കളയുക. എന്നിട്ട് ഇതിനെയൊക്കെ ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരിക. എന്നിട്ട് ഈ പറയുന്ന ആൾക്കാർ ആരാന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക. ജനങ്ങൾ അറിയട്ടെ. ജനങ്ങളല്ലേ ഇവരിങ്ങനെ ആക്കുന്നത്. ജനങ്ങൾ അറിയണം ഇവരിന്ന രീതിയിലാണ് പെരുമാറുന്നത്, ഇന്ന രീതിയിലുള്ള ആൾക്കാരായിരുന്നു എന്ന് പൊതുജനം അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല ഇങ്ങനെ ഇത്രയും മോശമായിട്ടൊരു അവസ്ഥയായിരുന്നു എന്ന്. പൊന്നേ മതി. ആ പാവപ്പെട്ട നടി ആക്രമിക്കപ്പെട്ടപ്പോഴാണ് നമ്മളിത് പുറം ലോകം അറിയുന്നത് ഇങ്ങനെയൊക്കെ ഈ സിനിമാ ഫീൽഡിലുണ്ട് എന്നുള്ളത്. അതെന്ത് വൃത്തികേടുകൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി ഇന്നിപ്പോൾ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കണേ അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതോ ഓരോ പ്രാവശ്യം അവൾ പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അവളുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത ഓരോരുത്തർ കാണുമ്പോഴും ആ പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് എന്തുമാത്രം മാനസികമായിട്ട് തളർത്തണ്ടെന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കി. എന്നിട്ടും ആ കൊച്ചു പിടിച്ചു നിൽക്കണ്ടല്ലോ അല്ലേ. ശരിക്കും സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയാണ്. ഓരോരുത്തരും അത് കാണുമ്പോഴും ഓരോ കമ്മിറ്റിമാരോ കമ്മീഷന്മാരോ ജഡ്ജിമാരോ ആര് കണ്ടാലും എന്ത് കണ്ടാലും ഇവരെല്ലാം കാണും, വക്കീലന്മാര് കാണുമ്പോഴും ഒക്കെ എന്തുമാത്രം ആ കൊച്ചിന്റെ മനസ്സിലുണ്ടാകുന്ന വേദന നമ്മൾ ചുമ്മാ ചിന്തിച്ചു നോക്കിക്കേ. അത് എത്ര പേര് കണ്ടു എന്നിപ്പോ അറിയത്തു പോലുമില്ല. ആർക്കൊക്കെ അത് വിതരണം ചെയ്തു, അതിന്റെ പെൻഡ്രൈവിൽ കൂടെ ആർക്കൊക്കെ കൊടുത്തു എന്നും നമുക്കറിയത്തില്ല. എങ്കിലും ഒന്ന് ഓർത്തു നോക്കി എന്ത് ക്രൂരമായ വിനോദമാണ് കാണിച്ചു കൂട്ടിയെന്നല്ലേ. അതിനെയൊക്കെ നമ്മൾ ന്യായീകരിക്കുന്ന ഒരു ജനസമൂഹവും ഇവിടെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കണം. കഷ്ടം തോന്നും അല്ലേ. ഇതിനെതിരെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്കെതിരെ വാ തുറക്കാൻ ഒരു സംഘടനയോ ഒന്നും ഇല്ലല്ലോ എന്നോർത്തിട്ട് ചിലപ്പോൾ ഓർക്കുമ്പോൾ വിഷമവും തോന്നുന്നു. നമ്മുടെ നാട്ടിൽ അനീതി അഴിഞ്ഞാടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിനെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടായിരിക്കണമെന്നേ. അതിന് ശക്തമായി എതിർക്കാനുള്ള നിയമം ഉണ്ടായിരിക്കണം. നിയമവ്യവസ്ഥ നല്ല കടുകട്ടിയാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല ആരും. അതിന് പറയാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടായിരിക്കണം. ഇതാരും പറയില്ല, ഒളിച്ചു വെച്ചോണ്ടിരിക്കും. കാരണം മാനക്കേടാണല്ലോ. പെട്ടും ഇനി അതിനകത്ത് ഊരിപ്പോരാൻ പറ്റില്ല. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ് പലരും ചെയ്യുന്നത്. ഇപ്പൊ പറ്റിയ പെണ്ണുങ്ങളുടെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളായ പെണ്ണുങ്ങൾക്കൊക്കെ പറ്റിയതാ. പ്രശസ്തിക്കും പേരിനും അല്ലെങ്കിൽ എന്നാ പറയുക സിനിമയിലൊക്കെ അഭിനയിക്കുക. എന്റെ മകള് സിനിമാ നടിയെന്ന് പറഞ്ഞ വലിയ അഭിമാനമല്ലേ. ഇനി അതൊന്നും അല്ലാന്ന് മനസ്സിലാക്കിയല്ലോ. നമ്മൾ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക, അറിവ് പകരുക, സ്വന്തം കാലം ജീവിക്കാൻ പഠിപ്പിക്കുക, അവരെ നല്ല ബോൾഡായിട്ടുള്ള പെൺകുട്ടിയായിട്ട് വളർത്തിക്കൊണ്ടുവരിക, അവർ സമൂഹത്തിന് അനീതി കണ്ട പ്രതികരിക്കുന്ന പെൺകുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടുവരിക. അതാ ചെയ്യണ്ടേ. അല്ലാണ്ട് ഈ പീഡിപ്പിക്കാൻ കൊണ്ട് വിട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് പോയി തള്ളമാര് കിടന്നു കൊടുക്കാണ്ട് ഇരിക്കുക. അത്രയേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ അമ്മമാരുണ്ടല്ലോ, ഈ അമ്മമാരെന്ന് പറഞ്ഞ വർഗം മക്കളെ നശിപ്പിക്കാൻ വേറെ ഒരു കൂട്ടമ്മമാര്, എല്ലാവരും ഒന്നും അല്ല കേട്ടോ, ബാക്കി അമ്മമാരല്ലെന്നല്ല, ഒരു കൂട്ടമ്മമാര് മക്കളെ പ്രശസ്തിയാണെന്ന് പറഞ്ഞ് മക്കളെ നശിപ്പിക്കാൻ വേണ്ടി നോ പറയേണ്ടടുത്ത് നോ പറയാണ്ട് മക്കളെ പഠിപ്പിച്ചു വയ്ക്കും. മക്കളെ ഒപ്പം നടക്കുവാണ്. എന്നിട്ട് ഇത് ആദ്യം എടുത്തു കളയേണ്ടത്. ആദ്യം നമ്മുടെ മക്കളാന്നുള്ള ചിന്തയോടുകൂടി തന്നെ ജീവിക്കുക. നമ്മുടെ മക്കൾ വേറൊരുത്തൻ്റെ അല്ല, നമ്മുടെ തന്നെ മക്കളല്ലേ. അപ്പം മക്കളെ സൂക്ഷിച്ചു കൊണ്ടു നടക്കാൻ ഓരോ അമ്മയും അച്ഛനും ഉത്തരവാദിയാണ്. അവര് കൂടെ നടന്നു എന്ന് ഓർത്തുകൊണ്ടൊന്നും ഇപ്പൊ നടപടിയില്ലാന്ന് കാര്യം പറഞ്ഞു കേട്ടില്ലേ. ഈ അച്ഛനും അമ്മയും കൂടെ പെൺകൊച്ചിന്റെ കൂടെ സെക്യൂരിറ്റി ആയിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അവര് പറയണടുത്ത് അവര് വീണു പോവാന്ന്. അതായത് സിനിമ ഇൻഡസ്ട്രി ചെല്ലുമ്പോൾ അവിടെ ഡയറക്ടറും പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ നടനോ പറയുന്നിടത്ത് ഈ അച്ഛനും അമ്മയും കമാന്ന് തിരിച്ചു മിണ്ടില്ല. അവരെ അനുസരിച്ചുകൊണ്ട് നിൽക്കും എന്നാണ് പറയുന്നത്. ചെന്നിട്ടും കാര്യമൊന്നുമില്ല. അവര് എന്തിനു പിന്നെ സെക്യൂരിറ്റി ആയിട്ട് പോകുന്ന. കഷ്ടം തോന്നുന്നു ശരിക്കും. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തോന്നി.
ഇങ്ങനെയുള്ള അനീതി നമ്മുടെ നാട്ടിൽ നടപ്പുണ്ടല്ലോ. നമ്മളൊക്കെയാണല്ലോ ഇവരെ വളർത്തി വലുതാക്കുന്നത്. എത്ര സിനിമയാണ് കാണുന്നത്. ചില സമയം മാസത്തിലൊന്നു പോവും, ചില സമയം വർഷത്തിലൊന്നു പോവും. ഇങ്ങനെയൊക്കെ സിനിമ കണ്ടുകൊണ്ട് നടക്കണം നമ്മള്. ചിലർ എല്ലാ ആഴ്ചയും പുതിയ സിനിമ ഇറങ്ങുമ്പോൾ പോയി കാണുന്നവരുണ്ട്. ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ചയും പോയി സിനിമ കാണുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ എന്ത് പൈസയാണ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത്. പരസ്യത്തിൽ കൂടെ വേറെ പൈസ. ഈ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഇങ്ങനെ കൊഴുത്ത് വളർന്ന് വലുതായി നിൽക്കുവാണ്. ഇതിനകത്ത് എന്തെല്ലാം ദുഷിച്ച ക്രിയകളാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു കയ്യും കണക്കൂല. ധിക്കാരെന്ന് പറഞ്ഞാൽ ഈ സിനിമാ നടന്മാർ നമ്മൾ കാണാറില്ല, മറ്റുള്ളവരോടൊരു പുച്ഛ അവർക്ക്. ഒന്നൊരു പുഞ്ചിരിക്കാൻ പോലും അവർക്ക് മടിയാ. പല പരിപാടികളിലും പലയിടത്തും വെച്ച് പല സിനിമാ നടന്മാരെയും കണ്ടിട്ടുണ്ട്. അവരൊക്കെ മറ്റുള്ളവരുടെ നേരെ നോക്കി പോകുന്ന കണ്ടിട്ടുണ്ട്. ഒറ്റയെണ്ണത്തിന് മുഖത്ത് പോലും നോക്കില്ല, ഒന്ന് ചിരിക്കുക പോലും ഇല്ലാതെ. അവരുടെ ആ ധിക്കാരവും ധാഷ്ട്യല്ല അവരുടെ മുഖത്ത് തന്നെ കാണാം. എന്തോ വലിയ സംഭവമാണെന്നുള്ള ഭാവത്തിൽ. നമ്മളെപ്പോലെ തന്നെ ഒരു ശരീരവും ഒരു മനസ്സും ഒരു ആത്മാവും ഒക്കെയല്ലേ ഇവർക്കും ഉള്ളൂ അല്ലെ. വേറെ പ്രത്യേകിച്ച് തന്നെ ഒരു കഴിവെന്ന് വെച്ചാൽ നമ്മളെ ചേറ്റി വിട്ടാലും ചിലപ്പോൾ നമ്മൾ ഇതിലും നന്നായിട്ട് കളിക്കുമായിരിക്കും. പക്ഷെ എന്തോരം ഇവരിൽ നല്ല ആർട്ടിസ്റ്റുകൾ സാധാരണക്കാരായിട്ട് നാട്ടിൽക്കൂടെ നടപ്പുണ്ട്. അതെന്ത് ചിന്തിക്കാത്തത്? അവർക്ക് അവസരങ്ങളില്ല, അതുകൊണ്ട് അവർ ഒന്നും അല്ലാതായി പോകുന്നു. നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന എന്തോരം സാധാരണക്കാരായ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്, ഒന്നും അല്ലാതെ ആയിപ്പോയവര്. അപ്പോൾ ഒന്ന് ഓർത്തോ, എന്ത് കഴിവുള്ള മനുഷ്യരുണ്ടെന്നറിയാവോ. അപ്പം അവർക്കൊന്നും ഒരു ചാൻസ് കിട്ടാത്തതുകൊണ്ട് അവരിങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് നടക്കണമെന്ന് മാത്രം. നാട്ടിൻപുറത്ത് ചില സ്റ്റേജ് ഷോയൊക്കെ അവതരിപ്പിക്കുന്ന പയ്യന്മാരും പെണ്ണുങ്ങളും ഒക്കെ ഇല്ലേ, എന്ത് നന്നായിട്ട് കളിക്കുന്നവരുണ്ട്. അവർക്കൊന്നും ചാൻസ് ഇല്ല. ഇങ്ങനെയുള്ള ദുഷ്ടാത്മാക്കൾക്ക് പുഴുക്കൾക്കുമാണ് ചാൻസ് ഉള്ളത്. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒന്ന് സൂക്ഷിക്കുക. നമ്മുടെ മക്കളെ കൊണ്ട് ഇങ്ങനെയുള്ളിടത്ത് തള്ളി വിടുമ്പോൾ ഒരു 10 വട്ടവും കൂടെ ആലോചിച്ച ശേഷം നല്ല തീരുമാനത്തിലെത്തുക. നല്ലതാണെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കുക. ഇല്ലേ, സധൈര്യം മക്കളെ തിരിച്ചു കൊണ്ടുവന്ന് നല്ലൊരു ഫീൽഡിലേക്ക് തിരിച്ചു വിടുക. അത്രയേ ഉള്ളൂ.